ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാനും ഏട്ടനും കൂടിയിട്ട് കുറച്ച് മീൻ പിടിക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളമാണ്. അപ്പോൾ ഏട്ടൻ മണ്ണിരേനെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കിളച്ച് തരുന്നുണ്ട്. ഞാൻ ആ മണ്ണിൽ നിന്നൊക്കെ മണ്ണിരേനെ പെറുക്കിയെടുക്കുകയാണ്. മണ്ണിരയൊക്കെ ഇപ്പോൾ കുറവാണ് കേട്ടോ കാണുന്നത്. പാടത്തൊക്കെ മുമ്പ് നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മണ്ണിരേനൊക്കെ ആവശ്യത്തിന് പിടിച്ചിട്ട് നമ്മൾ കുളത്തിൻ്റെ കരയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പേ ചൂണ്ടയും ബക്കറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കുളത്തിൽ നിന്ന് ഇടയ്ക്കൊക്കെ വന്നിട്ട് മീൻ പിടിക്കാറുണ്ട്. നമുക്ക് കറി വയ്ക്കാനുള്ള കുറച്ച് മീനൊക്കെ നമുക്ക് ഇന്ന് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഏട്ടന് ഒഴിവുണ്ടായിരുന്നു, അതുകൊണ്ട് വൈകുന്നേരം ചായ കുടി കഴിഞ്ഞപ്പോൾ ഒന്നിറങ്ങിയതാണ്. ബക്കറ്റിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഞാനൊരു ടവൽ കൊണ്ട് മൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ചൂണ്ടയിലെ ഇര കോർക്കാം. ഏട്ടന് ഇര കോർക്കാൻ മടി കാരണം കൊണ്ട് കുറച്ച് അപ്പുറത്ത് മാറി നിൽക്കുകയാണ്. ഇതുപോലെ നിങ്ങളും വീട്ടിലൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ പോകാറുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കുളത്തിലൊക്കെ വന്നിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഒഴിവുന്ന സമയത്തൊക്കെ ഞാനും ഏട്ടനും കൂടിയിട്ട് ഈ കുളത്തിൽ വന്ന് മീൻ പിടിക്കാറുണ്ട്. ഇത് ഒരു കുളം മാത്രമാണ്, ഇതിൻ്റെ ചുറ്റും കുറേ വേറെ കുളങ്ങളും തോടുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് എവിടെയാണ് ഒഴിവ് വെച്ചാൽ, കാരണം ഇവിടെ നിറയെ മീൻപിടുത്തക്കാരുണ്ടാവാറുണ്ട്. അപ്പം ഇന്ന് അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ കുളത്തിലേക്ക് വന്നതാണ്. അപ്പോൾ ഏട്ടന് ഇന്നൊരു മീൻ കിട്ടി. ചെറിയൊരു മീനാണ് കേട്ടോ കിട്ടിയത്. ഏട്ടന് വീണ്ടും ചെറിയൊരു മീൻ കൂടെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ചെറിയ മീനുകളാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ചെറിയ മീനായാലും എടുക്കാം. നമ്മളുടെ അവിടെ വേറെ കുറച്ച് മീനുകളെ വളർത്തുന്നുണ്ട്. അങ്ങനെ എനിക്ക് മീനെ കിട്ടി. എല്ലാം ചെറിയ മീനുകളാണ്. മീൻ ശരിക്ക് വരുന്നേ ഉള്ളൂ. നല്ല ഇരുട്ടാകുമ്പോഴേ മീനൊക്കെ കയറി വരുള്ളൂ. ഏട്ടൻ കുളത്തിൻ്റെ അങ്ങേത്തലയ്ക്ക് ചൂണ്ട അവിടെ ഉടക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിറയെ പുല്ലായിരുന്നു. അതിൽ പോയിട്ടൊന്ന് ഉടക്കി പിടിച്ചു. കുറച്ച് വലിയ മീനാണ് കേട്ടോ. എൻ്റെ ഫോണിൽ ബാറ്ററി ലോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ദിവസമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, കാരണം ബാറ്ററി ലോ കാണിക്കുകയാണ്. അപ്പോൾ പിടിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ എത്ര മീനൊക്കെയാണ് കിട്ടിയെന്നുള്ളത് നമുക്ക് കാണാം. വലിയ ഇലയൊക്കെ വെട്ടുന്നുണ്ട്.
ഇനി ഞാൻ ഇന്നലെ കിട്ടിയ മീനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചെറിയ മീനുകളൊക്കെ ഞാൻ വളർത്താനുള്ളതിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ മീനുകളെ മാത്രമാണ് നമുക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയതിലെ ഏറ്റവും വലിയ മീൻ ഇതാണ് കേട്ടോ. 1 കിലോൻ്റെ അടുത്തുണ്ടായിരിക്കും. അവൻ ചൂണ്ടയൊക്കെ കൊണ്ട് വിഴുങ്ങി പിടിച്ചിട്ടേ എൻ്റെ വായലാണ് ചൂണ്ട കൊക്കി. പിന്നെ മീൻ പിടിക്കാനായിട്ട് പറ്റിയില്ല. മൂന്നാൾക്ക് ഇപ്പോഴും ജീവനുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ മീൻ പിടിച്ച് വന്നപ്പോൾ വളരെ ഇരുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. ഇനി നമുക്കതൊക്കെ ഒന്ന് നേരാക്കി എടുക്കാം. നമ്മൾ ഇതുവരെ കുളത്തുനിന്ന് പിടിച്ചിട്ട് ഇത്രയും വലിയ മീൻ നമുക്കിങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ. ചൂണ്ടയിട്ട് മീൻ പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല. അല്ലാതെ വെള്ളം വറ്റിച്ചിട്ടൊക്കെ നമ്മൾ പിടിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് വലുത് കിട്ടാറുണ്ട്. ഇങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മീൻ നമുക്ക് കിട്ടുന്നത്. എല്ലാവരും ചൂണ്ടക്കൊക്കി വിഴുങ്ങിയിട്ടാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മുടെ മീനൊക്കെ നേരാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യാം. മൂന്നും ബ്രാലിനെയാണ് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ബ്രാല് മീനാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വറുക്കാനാണ് എടുക്കുന്നത്. ഈ ചെറുമീനായതുകൊണ്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് കനം കൂടിപ്പോയി എന്നേട്ടൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടേണ്ടതായിരുന്നു. നമുക്കിവിടെ കുരുമുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ തൊടിയിൽ കുറച്ച് കറിവേപ്പില നിൽക്കുന്ന കണ്ടു കേട്ടോ. അപ്പം എന്നാൽ അതും കൂടെ പൊട്ടിച്ചിട്ട് പോകാമെന്ന് കരുതി. ഞങ്ങളൊരു അരമണിക്കൂർ നേരം ഇതൊക്കെ തിരുമ്പി വെച്ചിട്ട് മസാല തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നമുക്കത് വറുക്കാം. വൺ സൈഡ് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു.